സ്വത്തു ഇത് തൊട്ടു നമ്മൾ സ്കൂൾ കുട്ടിയായി ബാഗൊക്കെ പൊട്ടിയപ്പോൾ നമ്മൾ റൂം എടുക്കാൻ പോവാണ്. കുറച്ച് റിലാക്സേഷൻ. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ 210 ആയിട്ടാണ് റൂം നമ്പർ. പോയി നോക്കാം. റൂം ടൂർ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, കാണിച്ചു തരാം. ഒരുപാട് ഹൈറ്റായി നോക്കട്ടെ, എന്നെ കാണുന്നില്ല. അയ്യടാ, ട്രൈപോഡ് ഉള്ളപ്പോൾ ഒന്നും അറിയില്ല. അതൊന്നും കൊണ്ടുവന്നില്ല. കാരണം ലഗേജ് മാക്സിമം ഒഴിവാക്കിയത് കാരണം കൊണ്ടേ ക്യാമറ വയ്ക്കാൻ ഒരു സ്പേസ് ഇല്ലാത്ത ഗൈസ്. അല്ലാത്ത ട്വിസ്റ്റ് ആയിട്ട് ഇല്ലാത്ത കഷ്ടം. എൻ്റെ ചന്തി കണ്ടാവും കേട്ടാ. കുഴപ്പമില്ല, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂറുണ്ട്. സത്യം പറഞ്ഞാൽ യാത്രാക്ഷീണം കൊണ്ട് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ സമയമില്ലല്ലോ. ഒരുപാട് സമയമില്ലാത്ത കാരണം കൂടെ നമ്മൾ വേഗം റെഡി ആക്കി ഇപ്പൊ ലുലു പോവാണ് ആദ്യം. പിന്നെ ഞങ്ങൾ ഒന്ന് നേരത്തോട്ട് പ്ലാൻ ചെയ്തില്ല. അപ്പൊ എന്തോ അത് ചെയ്യാമെന്നാണ് പ്ലാനിങ്. ഓക്കെ, അപ്പൊ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് വിരിച്ചെന്നാ വിചാരിച്ചു. ഡ്രസ്സ് ഞാൻ ആകെ ഒരു ജോഡി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ട് പോന്നു. ഓക്കെ, അപ്പൊ നമ്മൾ വേഗം റെഡി ആയിട്ട് ലുലുവിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് ലുലു പോകുന്ന ഡേ വന്ന് ഞാൻ മുടി കെട്ടുകയാണ് കേട്ടാ. അതായത് ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടേ ഭയങ്കര സ്ട്രെസ്. എനിക്ക് ഭയങ്കര സ്ട്രെസ് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്. എന്റെ മകൻ അപ്പോഴേ ഇട്ട ഡ്രസ്സില്ലേ, ആ നീല, നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ? ആ ഡ്രസ്സ് നന്നായിട്ടില്ല എന്നുകൊണ്ട് ഇക്ക കുറെ ചീത്ത പറഞ്ഞു. എനിക്ക് ഞാൻ ചൂടൊക്കെ അല്ലേ എന്നുകൊണ്ട് സിമ്പിളായിട്ട് വീട്ടിൽ ഇട്ട് കൊടുക്കണ പോലത്തെ ഡ്രസ്സ് എടുത്താണ്. ഒരിടയ്ക്ക് പോകുമ്പോൾ അതല്ലേ എൻ്റെ മകന്. അല്ലെങ്കിൽ വീട്ടിലൊക്കെ നല്ല നല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ചീത്ത കിട്ടും. പിന്നെ എല്ലാവരും പറഞ്ഞ ആ ഡ്രസ്സ് നന്നായിട്ടില്ലാതെ. പക്ഷെ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ അതിൽ മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോഴാ പറഞ്ഞു എല്ലാവരും. അവിടെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഓളാവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ റൂമിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ലൈമറാണ് ബുക്ക് ചെയ്തത്. പക്ഷെ ഞങ്ങൾ ലുലുന്ന് ഇങ്ങനെ നടന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നടന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ സൈഡിൽ തന്നെ ലൈമർ അപ്പുറത്തെ സൈഡായിരുന്നു. അപ്പൊ വരുന്ന സൈഡിൽ തന്നെ ഇത് കണ്ടപ്പോൾ നമ്മൾ ഇതിൽ റൂം ഉണ്ടാവിച്ചപ്പോൾ ഉണ്ട് വന്നപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ റൂം ടൂർ ഞാൻ മുന്നത്തെ വീഡിയോ ഇടുന്നത് കാണാത്ത അത് ആദ്യം കണ്ടിട്ട് വന്നിട്ട് ഇത് ബാക്കി കാണും കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും റൂം ടൂർ ഇടുന്നുണ്ട്. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഓക്കെ, പോയി കണ്ടിട്ട് വായോ. കണ്ടിട്ട് ഇങ്ങനെ വരണേ, വേറെ അങ്ങോട്ട് പോണ്ട. നന്നായിട്ടുണ്ടോ? സൂപ്പർ ആയിട്ടില്ലേ മൈ ഡ്രസ്? സ്വത്തിനെ കാണിച്ചിട്ടാ. സ്വത്തിന് പുറത്തു പോകുമ്പോഴാ ഞാൻ വേണ്ടി വീട്ടിലിടുന്ന ഡ്രസ്സ് പോലും ഞാനില്ലേ പിന്നെ റൂമിലിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് കാണിച്ചിട്ടാ. അത് ഇത്തിരി നന്നായിട്ടുണ്ട്. എനിക്ക് വട്ടുണ്ട് തോന്നുന്നു. ഇത്തിരി റൂമിലിടാൻ നല്ല ഡ്രസ്സ് ഇട്ടു. അപ്പൊ ഞാൻ അത് മാറ്റി കൊടുത്തു അവനിക്ക്. മറ്റേ ഡ്രസ്സ് മാറ്റി. അത് പഴഞ്ച തുണി പോലെ ഉണ്ട് പറഞ്ഞിട്ട് പുതിയ ഡ്രസ്സാണ്. പക്ഷേ മീശോന്ന് വാങ്ങിച്ചത് 156 രൂപ. അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റിനെ കാണിക്കാറുള്ളൂ. അപ്പൊ ഞാൻ അവന്റെ ഡ്രസ്സ് വീട്ടിലിടാൻ വേണ്ടി എടുത്തത് നല്ല ഡ്രസ്സ് ആയതുകൊണ്ട് അത് നമുക്ക് ഇപ്പൊ ലുലു പോകാൻ വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഡ്രസ്സ് നന്നായിട്ടില്ല. ഇത് ഞാൻ ആക്ച്വലി എക്സ്ട്രാ ഡ്രസ്സ് കരുതിയാണ്. ഇത് ഞാൻ പുറത്തും വിടാൻ ഉദ്ദേശിച്ചല്ല. പക്ഷെ അത് നന്നായിട്ടുള്ളത് കൊണ്ട് മാനം കാത്തു. പൂവാ തങ്കോ? എൻ്റെ അടുത്ത് വരുന്നേ ഇല്ല. പാപ്പ് തരാറിഞ്ഞിട്ടും വരുന്നില്ല. അതിന് പാപ്പൊന്നും വേണ്ട. നാട്ടച്ചക്ക. പോവാ. ശരി. നമ്മൾ ഒരുപാട് ലാഗ് ചെയ്യാണ്ട് നമുക്ക് ഇറങ്ങാം. ലുലു പോണ്ടേ? മറൈൻ പോകണമെന്നുണ്ട്. ലെറ്റ്സി. അപ്പം നമുക്ക് ഇറങ്ങാട്ടോ. സമയം കളയാണ്ട്. സമയമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ശരിക്കും റെസ്റ്റ് ചെയ്തൊന്നും പോരാ. ഓക്കെ, ലോക്ക്ഡ്. ഞാനൊരു കുട എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഭയങ്കര വെയിലല്ലേ, സൂര്യാഘാതം ഏൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ലുലുവിലേക്ക്. അത് കാരണം കൊണ്ട് ഞാൻ കുട എടുത്തു. വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാണ് കേട്ടോ. എൻ്റെ മകൻ എൻ്റെ അടുത്ത് വരുന്നില്ല. അവന് ഞാനതൊന്നും ഉമ്മാന്നും അറിഞ്ഞിട്ടില്ല ഒന്നും. ഇനി ഇപ്പം നമ്മൾ ലുലുവിലെ ഓൺ ദ വേ ടു ദ ലുലു. ഓക്കെ, 1 മണിക്കൂർ മാക്സിമം റൂമിൽ ഇരുന്നിട്ടുള്ളൂ. ലിഫ്റ്റിൽ പോവാ. ഗ്രൗണ്ട് ഫ്ലോർ പോവാ. അടച്ചേക്കാ ആത്താ പരന്ന എൻ്റെ കൺമിഷി. ഇപ്പം എന്തെങ്കിലും നോക്കണേ. അമ്മ പറയണേ എന്നെ ഉറങ്ങാൻ അനുവദിക്കാണ്ടി എന്നെ വലിച്ചിട്ട് തന്നെ എനിക്ക് വയ്യാതെ. അമ്മ ഒന്നും ദൂരയാത്ര ചെയ്യാത്ത കാരണം കൊണ്ടേ. ഓഴ 100
ദൂരെ യാത്ര ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് തലവേദന എടുത്തിട്ട് ഛർദ്ദിച്ചിട്ടില്ല. ഭാഗ്യത്തിന് ഞങ്ങൾ രാവിലെ തന്നെ ഛർദിയുടെ ഗുളികയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ നിൽക്കുമ്പോൾ ഒരു തല ഒരുമാതിരി എനിക്ക് പിടിക്കുകയില്ല. ഇങ്ങനെ ഉണ്ടാവും ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു 20 മിനിറ്റ്. അതുകൊണ്ട് ഭയങ്കര ഭ്രാന്താവും. അതാ ഉമ്മയെ പേടിപ്പിക്കേണ്ട ഇത് ഇഷ്ടത്തി. ഓക്കെ, അപ്പം നമ്മൾ നടക്കട്ടെ കേട്ടാ. വെയിൽ നോക്കി ഒരു രക്ഷയില്ല കേട്ടാ. എന്നാൽ താഴെ നോക്കി നടന്നോ തപ്പി തടഞ്ഞു വീഴണ്ട കേട്ടാ. ഞാൻ അതുകൊണ്ട് എൻ്റെ മകന് മാത്രം കുടയെടുക്കും. ഞങ്ങൾ വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. എൻ്റെ മകൻ പാവല്ലേടാ. എൻ്റെ മകൻ ഇന്നിപ്പോൾ എൻ്റെ നിന്ന് പാമ്പ് പിടിച്ചിട്ടില്ല. അവനൊന്നും വേണ്ട, ഉമ്മച്ചീനെ വേണ്ടെന്നാ തോന്നണത്. ഫുഡ് കഴിക്കാനല്ല പോണത്, അത് കാണാനാ. അങ്ങനെ നടന്ന് നമ്മൾ ഇത് എത്തിണ്ട്. എന്തെങ്കിലും ഒരിക്കൽ ഈ മാരിയറ്റില് എൻ്റെ ഉമ്മാനെയും കൊണ്ട് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. വെള്ളം ചാടണം. ഇങ്ങോട്ട് വായോ. നാലാ വെള്ളം നോക്കി നടക്കണ്ട കേട്ടാ, വീഴും. തപ്പി തടഞ്ഞു വീഴും. ഇത് വയ്യ പറഞ്ഞോണ്ടിരിക്കണം. ഇതിനെ കൊണ്ടുവന്ന് എന്റെ കാശ് നഷ്ടമായി. എന്റെ ഉമ്മാനെ കൊണ്ടുവന്ന് കാശ് നഷ്ടം. ഇതൊക്കെ കണ്ട പോലെ ആവുമ്മ. അതിപ്പോ ഇതിനെ കൊണ്ടുവന്നത് വല്ല ഇടി ആ ചെക്കന്റെ കണ്ണി കുത്തണ്ട. ബാഗിൽ കൂടെ പോ. അയ്യോ, ഹൈ പോട്ട് ലുലു മാൾ പോട്ട്. ഞാനിന്ന് ലുലു മാള് കാണാത്തവർക്കൊക്കെ എൻ്റെ അകക്കണ്ണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതാണ് എൻട്രൻസ്. എൻ്റെ അമ്മ അവിടെ നമ്മുടെ കല്യാണി ഉണ്ട്. കല്യാണിയാണ് നിങ്ങളുടെ കല്യാണി ഒന്നല്ല. നമ്മൾ റോങ് സൈഡിൽ കൂടെ നടന്നുകൊണ്ട് അവർ നമ്മുടെ വാക്ക് വേ. ഇനി എന്തിനാ ആവു സമാധാനമായി. ഇപ്പം എൻട്രൻസിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ റേഷൻ കടയിൽ സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ഇവിടെ സംസാരിച്ചതിൻ്റെ മാനം കളയരുത്. എനിക്ക് നിങ്ങളോട് അതാ പറയാനുള്ളൂ. ഓക്കെ, മനസ്സിലായാ? ഓക്കെ, ഇത്തിരി സ്റ്റാൻഡ്. ഇപ്പൊ ഇത്തിരി സ്റ്റാൻഡേർഡ് ആവാൻ പറഞ്ഞ നിലത്ത് പൈസ നടക്കണോ ഈ തളരെ നാണം കെടുത്തു. അയ്യോ, ഇതാ നമ്മൾ എൻട്രൻസിലേക്ക് അയ്യോ ഉമ്മനെ കാണാനില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എൻ്റെ അമ്മ എത്ര വർഷമായി ഇങ്ങോട്ട് വന്നിട്ടെന്നറിയാം. എൻ്റെ ഇക്ക ഞങ്ങൾ പ്രണയിക്കുമ്പോൾ ഒരിക്കൽ കൊണ്ടുവന്നുണ്ട്. അതന്നെ, കാരണം ദൂരമല്ലേ പാലക്കാട്ടെന്ന് ഇങ്ങോട്ടേക്ക്. അത് കാരണം കൊണ്ട് ചെക്കനെ പിടിക്കണ. അത് കാരണം കൊണ്ട് അതാ എൻ്റെ ഉമ്മ ഇങ്ങടെ ഉമ്മ വഴി തെറ്റി പോവല്ലേ അമ്മ. വാ അമ്മ. ഇവിടെ എന്തോ പരിപാടി ഉണ്ടോ തോന്നുന്നു. ലുലു ഇവന്റ് എന്തോ ഉണ്ട്. എസ്കലേറ്റർ ഈ ഉമ്മക്ക് കയറാൻ കിട്ടില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് നമുക്ക് കയറാം. ഉമ്മ സ്റ്റെപ്പ് കയറി ഞങ്ങൾ എസ്കലേറ്ററിൽ കയറാം കേട്ടാ. മനസ്സിലായാ? എന്തൊരു സോണി കണ്ടൂറ. എനിക്ക് ആദ്യം ഇപ്പോൾ ഫുഡ് കോർട്ട് കാണണം. വിശപ്പിൻ്റെ വിളി കേട്ടു തുടങ്ങി. കണ്ണവിടെ കണ്ണ് ആദൂറ്റി തേമ്പടിച്ച് വന്നിക്കണേ. ഇഷ്ടപ്പെട്ടല്ലോ ഉള്ളുമാൾ. ഇഷ്ടപ്പെട്ട വായ ഫുഡ് മാൾ. ഉമ്മാക്ക് നന്നായിട്ട് അല്ല എൻ്റെ ഉമ്മ ഇപ്പൊ വീണേനെ പഠിച്ചറബേ. വീഴണ്ടാട്ടാ, നോക്കി പിടിച്ച എന്റെ കൈ പിടിച്ചോ. അങ്ങനെയൊന്നും പറ്റില്ല. നേരെ വെക്കി കാല് രണ്ടും ഒരു ഒപ്പം വെക്കി. അവിടെ എത്തട്ടെ, അല്ലെങ്കിൽ ഞാൻ ക്യാമറ ഓഫ് ആക്കട്ടെ. ഒരാൾ അവിടെ നിന്ന് കയറി വരുന്നുള്ളൂ കേട്ടാ. അവിടെ നിന്നോ. അവിടെ നിന്ന് വരുന്നുള്ളൂ. ആറ്റുവാണ് വിശന്നിട്ട് കൂപ്പാട് ഇളകി. അമ്മ ടാറ്റ കൊടുക്കണ്ടമ്മ. എൻ്റെ ഉമ്മ ഇത്രയുണ്ടോ ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ കൊണ്ട് ചോദിച്ചോണ്ടിരിക്ക. പോവാടാ, എൻ്റെ മകന് വിഷമമായോടാ. ഫുഡ് എവിടെ? ഫുഡ് കഴിച്ചാലേ ബാക്കിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബർഗർ ഒന്നും വേണ്ട. നിങ്ങളെ ചോറിനാനാ അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. ഇതെന്താ ലേസർ വാർസ്? എന്താ സംഭവം? ലേസർ വാർ അതെന്താണാവോ കേട്ടാ. ലേസർ വാർ ഞാൻ ഈ ഇതിണ്ടാവും. അയ്യോ സമയവും ഇവിടെ ഭയങ്കര റഷ. സ്ഥലവും കിട്ടാണ്ട്
കഴിക്കട്ടെ. നക്കല്ലും നമ്മൾ ജ്യൂസായിട്ട് പപ്പായയും മാംഗോയും പറഞ്ഞു. ദ റൈറ്റ് ഈസ് ഇതിൻ്റെ റേറ്റ് കാണുമ്പോൾ റേറ്റ് എവിടെ ഇതിൻ്റെ റേറ്റ് കീറിച്ചാ അൽഫാം കഴിക്കോ? അയ്യോ ഇവിടെ നിന്ന് ഭയങ്കര തിരക്കിട്ടാ. ഭയങ്കര തിരക്കൊന്നും എപ്പോഴും തിരക്കുണ്ടാവും. നന്നായിട്ടില്ലേ? നന്നായിട്ടില്ല. ചട്നിയിൽ മുക്കി തിന്നേ, ഉപ്പില്ല അത്ര. അമ്മ എങ്ങനെയുണ്ട്? മാക്ക് ഇഷ്ടപ്പെട്ടില്ല. നന്നായിട്ടുണ്ട്. പൈസ പോയി. തൊട്ടാ 400 വിശന്നിട്ട് കൊണ്ടല് കാണാണ്ട് സീറ്റും ഇല്ല, ഫുഡും കിട്ടാനില്ല. 30 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഫുഡും കിട്ടുന്നത്. ഭയങ്കര റഷായി. നോ ഇഷ്യൂസ്. ഇതൊന്നും ഒരു അനുഭവമല്ല. എൻ്റെ മാന് വിശക്കാൻ തുടങ്ങിയെന്തോ. ഞാൻ അവന് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് ഷുഗറിൽ. കഴിക്കട്ടെ ഏട്ടാ. അവന് വലിച്ചിട്ട് കിട്ടണ്ട. വലിക്കട. അവന് ഉറക്കം വന്നു. ഉറക്കം വന്ന് തൂങ്ങി എൻ്റെ മകൻ. വലിക്കട കങ്കോ വെള്ളം കുടിക്കണ പോലെ. ഉറങ്ങണടി എൻ്റെ മകൻ. അത് ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അവന് പാല് കുടിക്കണാണല്ലോ. ഉറങ്ങുന്നതിനൊക്കെ എൻ്റെ മാൻ്റെ മകൻ ഉറങ്ങി. പാവം വിശന്ന് ഉറങ്ങി. എങ്ങനെയുണ്ട്? തണുപ്പില്ല. ഇവരെ കൊണ്ടിട്ട് എന്റെ പൈസ മൊത്തം ഉറക്കം പറഞ്ഞാലേ കേൾക്കുള്ളൂ. പൈസ മുഖാലുണ്ട്. എന്താ ആ പൈസ അതിന്റെ കൈ കിട്ടിയ അതിന് നോക്കി ഒന്നും രൂപമില്ല. വയറ്റ് നേരെ ഒന്നും ഉറങ്ങിട്ടാ. നെഞ്ചയില് കാരണമാ എന്തേ? മുഖം ഒന്ന് നേരെ വെക്കോ? അതിന്റെ മുഖം നോക്ക്. നമുക്ക് വീഡിയോയിൽ ആൾക്കാരെ ഇവിടെ കാണാൻ പോയില്ലേ? എന്താണ് ഇതിലല്ലേ ഇന്ന് നമ്മള് നടന്ന് കാല് കടഞ്ഞപ്പോ ഞങ്ങൾ ഇതാ ഇവിടെ ഇരുന്നു. പിന്നെ ഇപ്പൊ ഉറങ്ങല്ലേ, അവനെ എടുത്തുകൊണ്ട് ഇനിയിപ്പോ നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവൻ സുഖമായി ഉറങ്ങുന്നു. എൻ്റെ മകൻ ഇത്രയും ശബ്ദത്തിന്റെ ഇടയിൽ അവന് എങ്ങനെ ഉറങ്ങാൻ പറ്റണമെന്ന് അറിയുന്നില്ല. ഉമ്മ അവിടെ എവിടെയോ പോയി സെറ്റിൽഡായി. ഇവിടെ ഇരിക്കാൻ സീറ്റ് തരാത്തത് വല്ലാത്ത ഒരു, ആകെ ഇരിക്കാൻ ഫുഡ് കോർട്ടിൽ മാത്രമേ സീറ്റുള്ളൂ. പക്ഷേ ഫുഡ് വാങ്ങിക്കാണ്ട് അവിടെ ഇരിക്കാനും പറ്റില്ല. ഇന്ന് നല്ല തിരക്ക്. എന്താ കാരണം? ഇപ്പോഴും ഈ തിരക്ക് ഉണ്ടാവുമായിരിക്കും അല്ലേ? എറണാകുളം ഇത്രയും വലിയ സിറ്റിയാണ്. ഞങ്ങൾ അന്ന് വന്നപ്പോഴൊന്നും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. എന്താണാവും? എന്താ ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ ഇവിടെ തിട്ടിൽ ഇരിക്കേണ്ട കുറച്ച് അങ്ങനെ ഒന്നും പൊട്ടില്ല. എന്താ വട്ട് കേസറാണ് ഇവിടെ. ഇത് ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ്. അങ്ങനെയൊക്കെ അവർക്ക് അറിയാലോ. കുട്ടികളൊക്കെ വരുന്നതല്ലേ. കാണാന് നമുക്ക് എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. കാരണം പിന്നീട് കണ്ടെങ്കിൽ ആസ്വദിക്കാം. എടാ ചക്ക ഇരിക്കണം. അവിടെ ലൈറ്റിങ് ഒരുപാടായ കാരണം കൊണ്ട് ആ ചക്കം കരയണം. ഇത്തിരി കൂടെ വലുതാണ്, എന്നാലാണ് അവന് ഇതൊക്കെ ആസ്വദിക്കാനായിട്ടുള്ളൂ. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടില്ല കേട്ടാ. അതെ, അച്ഛൻ കരഞ്ഞോണ്ടിരിക്കുക.
എന്താ മങ്ങണ്. അവിടെ രണ്ടാൾ നിൽക്കുക, ഒരു ഫോട്ടോ എടുക്കാം. എനിക്ക് നീ ഫോൺ കൈ വെച്ചോട്ടെ. ഫോണും കൈ വെക്കില്ല, പറഞ്ഞോട്ട് നിൽക്കൂല. ഇത് ഇരിക്കണതിന് കുഴപ്പമില്ല, പൈസ ഇട്ടാലേ അത് സ്റ്റാർട്ട് ആവും. ആ കുതിരയൊക്കെ ഒരു ഫോട്ടോ അവിടെ ഇവിടെ നിൽക്കണോട്ടെ, സമയമായില്ലേ പോവണ്ടേ. വാടാ. പിന്നെ വരാടാ, അതാവും വരുന്നില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് ലുലു മാൾക്ക് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടതാണ്. എങ്ങനെയുണ്ട് ലുലു മാള്? അതൊക്കെ പറയാക്കണം. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? വൃദ്ധസാധനത്തിൽ ഞാൻ കൊണ്ടാക്കിയില്ലേ, എന്നിട്ട് അവിടെ എങ്ങനെയുണ്ടായിരുന്നു? വൃദ്ധസാധനത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനേ കണ്ടിട്ടില്ല. ഉറക്കെ പറയൽ നിൽക്കണം. ഞാനേ കണ്ടിട്ടില്ലോ. അപ്പൊ ഞാൻ നിങ്ങളന്ന് കൊണ്ടാക്കിയില്ലേ? എന്നാ എല്ലാവരും തെറി പറഞ്ഞു നിങ്ങൾ വൃദ്ധസാധനത്ത് കൊണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറയും. എന്നെയും പോയിട്ടില്ല. ആ സത്യം പറയും, പറയും.